നമ്മളിനി കണ്ണൂരിൽ സ്വാഭാവികമായും എല്ലാ ജില്ലകളിലും അതിരാവിലെ നമുക്ക് ആ അതത് മേഖലകളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനപ്പെട്ട പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ നമ്മൾ വന്നു പോയിട്ടുണ്ടായിരുന്നു. നിശ്ചയമായും ആ കാഴ്ച കണ്ണൂരിലുണ്ട്. നമ്മുടെ ആരാണ് ആദ്യം ചേരുന്നത്? റിജിൽ മാക്കുറ്റി, കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. റിജിൽ, ഗുഡ് മോർണിംഗ്. റിജിൽ, ഗുഡ് മോർണിംഗ്, സ്വാഗതം. റിജിൽ, പിന്നെ എന്താ പറയുക, ഞങ്ങൾ തിരുവനന്തപുരത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവിടെ അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥിത്വമായി കടന്നു വന്നത് നിശ്ചയമായും ശബരിനാഥനായിരുന്നു, കോൺഗ്രസിന്റെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ്. കണ്ണൂരിലും ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ്ഷിപ്പ് ആയിരുന്നു റിജിലിൻ്റേത്. അപ്പോൾ എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊന്ന് മത്സരിച്ചു കളയാം എന്ന തീരുമാനം ഉണ്ടായത്? തീർച്ചയായും പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. കോർപ്പറേഷനകത്ത് പാർട്ടി ഒരു സ്ഥാനാർത്ഥിത്വം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും ജനങ്ങളുമായി സേവിക്കാനുള്ള, ജനങ്ങളുമായി ഇടപെടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മേഖലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മത്സരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് മത്സരരംഗത്ത് വന്നത്. അല്ല, വലിയൊരു റിസ്ക് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ആദ്യ കടലായി UDFന്റെ സിറ്റിംഗ് സീറ്റൊന്നുമല്ല, CPI ജയിച്ചൊരു സീറ്റാണ്. അത് പിടിച്ചെടുക്കാൻ നിയോഗിക്കപ്പെടുന്നു. പക്ഷെ ഒരു റിസ്ക് അങ്ങനെ ഏറ്റെടുക്കാനുള്ള ധൈര്യമൊക്കെ എവിടുന്ന് വന്നു? അല്ല, ആദ്യകടലായി എൻ്റെ വീടിനൊക്കെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് അവിടെ 10-20 വർഷക്കാലമായി ഇടതുപക്ഷം ജയിക്കുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വികസനമില്ലായ്മ വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കോർപ്പറേഷൻ നടത്തിയ വികസനങ്ങൾ പോലും അവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധികൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ജനങ്ങളുടെ ഒരു വലിയ സ്വീകാര്യത അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സീറ്റ് മത്സരിച്ചാൽ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ആ സീറ്റ് ചൂസ് ചെയ്തത്. റിജിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിൽ ഏക ആശ്വാസമായത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലേറുമോ? എങ്ങനെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷനകത്ത് വലിയ മുന്നേറ്റം 5 വർഷക്കാലം ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു കോർപ്പറേഷൻ മാത്രമേ UDF ഭരിക്കുന്നുള്ളൂ. പക്ഷെ അതിന് എല്ലാ തലത്തിലും അതിൻ്റെ പ്രവർത്തനത്തെ നിശബ്ദമാക്കാനും തടയുന്നതിന് വേണ്ടി സർക്കാരും അതോടൊപ്പം ഉദ്യോഗസ്ഥരും ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരുപാട് വികസനങ്ങൾ, സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് 83 ആളുകൾക്ക് ഭൂമി, വീട് വിൽക്കാൻ സ്വന്തമായ ഭൂമി അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഒരു കോർപ്പറേഷനാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്തിട്ടില്ല. അങ്ങനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അങ്ങനെ വികസന രംഗത്ത് ജനങ്ങളോടൊപ്പം നിന്നൊരു കോർപ്പറേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തിൽ ഈ കോർപ്പറേഷനകത്തെ ജനങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യും. പിന്നെ രാഷ്ട്രീയങ്ങളുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവും ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. വിലക്കയറ്റം വലിയ പ്രശ്നമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. വീടുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ നികുതി, കെട്ടിട നികുതി ആയാലും അതോടൊപ്പം ഇലക്ട്രിസിറ്റി ചാർജ് ആയാലും എല്ലാ നികുതിയും കൂട്ടിയുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും വളരെ അങ്ങനെയൊക്കെ വലിയ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോഴും വലിയ ആത്മവിശ്വാസമുള്ളപ്പോഴും വിമത ശല്യം നിങ്ങൾക്ക് വലിയ തലവേദനയാണ്. ആദ്യ കടലായിൽ തന്നെ വിമതനുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പയ്യാമ്പലത്തെ വിമതനുണ്ട്. അപ്പോൾ ആ വിമത ശല്യം പൂർണ്ണമായും പരിഹരിക്കാതെ, ആ തലവേദന പൂർണ്ണമായും നീക്കാതെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടോ? തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം വിവിധ ശബ്ദങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് UDFന് ഈ കണ്ണൂർ കോർപ്പറേഷനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഡിവിഷനിൽ പോലും അവിടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ മുന്നണി സംവിധാനത്തിനുമായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. അവിടെ പാർട്ടിയുടെ ലീഗിന്റെ ഏറ്റവും ശക്തരായ നേതാക്കന്മാരുൾപ്പെടെ ആ വിഷയത്തിനകത്ത് ഇടപെടുകയും ആ പറയുന്ന വിവിധ സ്ഥാനാർത്ഥിയോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്തിട്ട് പോലും അവർ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി ധാരണയുണ്ടാക്കിയിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം വിഷയങ്ങൾ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യാവുന്നില്ല. അവിടെ വികസനമാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും വിമതശല്യം ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസമില്ല. പ്രത്യേകിച്ച് ഞാനായതുകൊണ്ട് തന്നെ അവിടെ ഒരു CJP മുന്നണി എന്നെ പരാജയപ്പെടുത്തണം എന്നുള്ളത് പ്രത്യേക താല്പര്യം സംഘപരിവാറിനാണ്. അപ്പോൾ ആ സംഘപരിവാർ വളരെ കൃത്യമായി അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ മുൻ BJP കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ തമ്മിലൊരു നെക്സസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ രൂപത്തിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയാൽ പോലും നമുക്ക് ഏറെക്കുറെ തിരിച്ചടിയാകില്ല എന്ന് കരുതാം. പക്ഷേ UDFന് വലിയ ഭീഷണിയാകുന്നത് PK രാഗേഷിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണല്ലോ. 12 ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. UDFന്റെ ജയത്തെ ബാധിക്കുമോ? തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും എന്താണ് അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം എന്നുള്ളത് കൃത്യമായി ജനത്തിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതൊന്നും വലിയ രൂപത്തിലേക്ക് UDFനെ ബാധിക്കാൻ പോകുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഒരു തവണ അത്ര വിഷയം ഉണ്ടായതുകൊണ്ട് അത് എല്ലാ കാലവും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ അത്തരം ചിന്തയിലേക്ക് പോകുന്നു ഞങ്ങൾ കരുതുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് തുറന്ന പുസ്തകമായിട്ട് UDFനെ സംബന്ധിച്ച്